തിരുവനന്തപുരം ജില്ലയിലെ കടയ്ക്കാവൂരിലാണ് തീരദേശ മേഖലയിലാണ് യുവതിക്കെതിരെ അതിക്രമം ഉണ്ടായത്. തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ നടു റോഡിൽ വെച്ചാണ് യുവതിയുടെ കൈ വെട്ടിമാറ്റിയത്. കടയ്ക്കാവൂർ സ്വദേശിനി വിജിക്കാണ് വെട്ടേറ്റത്. പ്രതിയായ രണ്ടാം ഭർത്താവിന് വേണ്ടി പോലീസ് അന്വേഷണം തുടങ്ങി എന്നാണ് പുതിയ വിവരം. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി. ഇന്ദു, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇയാളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? ആശുപത്രിയിലായ ഈ സ്ത്രീയുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? രതീഷ്, അല്പം മുമ്പ് മാത്രമാണ് സംഭവം നടക്കുന്നത്. കടയ്ക്കാവൂരിൽ നടു റോട്ടിൽ വെച്ചാണ് യുവതിയുടെ കൈപ്പത്തി മുറിച്ചു മാറ്റിയത്. കൈപ്പത്തി രണ്ടായി മുറിച്ചു മാറ്റത്തക്ക രീതിയിലുള്ള അത്രയും ആഘാതമുള്ള വെട്ടായിരുന്നു വെട്ടിയിരുന്നത്. കടയ്ക്കാവൂർ സ്വദേശിനി വിജി, 38 വയസ്സ് മാത്രമാണ് ഇവർക്ക് പ്രായമുള്ളത്. അവർക്കാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ വിജിയെ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചികിത്സകൾ ആരംഭിച്ചിട്ടുണ്ട്. ഗുരുതരമായ അവസ്ഥയിലാണ് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അത് മാത്രമല്ല, 2 കൈകൾക്കും വെട്ടേറ്റു. ഇതിൽ വലത്തെ കൈയുടെ പത്തിയാണ് മുറിഞ്ഞ് മാറ്റപ്പെട്ടത്. മാത്രമല്ല, ഇവരുടെ രണ്ടാം ഭർത്താവാണ് ഇവരെ ഇത്തരത്തിൽ ആക്രമിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കണ്ടുനിന്ന ആളുകളോട് സംസാരിച്ചതിൽ നിന്നും ആളുടെ രൂപവും കാര്യങ്ങളും ഒക്കെ വെച്ച് ഇത് രണ്ടാം ഭർത്താവ് തന്നെയാണെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. ഇവർക്ക് കുടുംബപരമായ എന്തോ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായിട്ട് പോലീസ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇത്തരത്തിലൊരു ക്രൂരത ചെയ്യുന്നതിന് പിന്നിലുണ്ടായ യഥാർത്ഥ കാരണമെന്ന് വ്യക്തമല്ല. പോലീസ് എന്തായാലും സ്ഥലത്തെത്തിയിട്ടുണ്ട്. മറ്റു നടപടികൾ സ്വീകരിച്ചു വന്നിട്ടുണ്ട്. ഇയാളെക്കുറിച്ചുള്ള, ഈ രണ്ടാം ഭർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ആളെ പിടികൂടാനായിട്ടുള്ള ശ്രമത്തിലാണ്. അത് മാത്രമല്ല, ഇതിന് പിന്നിൽ എന്താണ് കാരണമെന്ന് അറിയാനുമുള്ള ശ്രമത്തിലാണ് നിലവിൽ പോലീസ്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടല്ലോ. എങ്ങനെ ഈ അക്രമത്തിലേക്ക് എത്തി എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സൂചനകളുണ്ടോ? ബന്ധുക്കളടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ടോ? നാട്ടുകാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ടോ? അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞോ? ആ വിവരങ്ങൾ കൂടി. അതാണ് രതീഷ്, അല്പം മുമ്പ് മാത്രമാണ് ഈ സംഭവം നടന്നത്. സംഭവം നടന്ന ഉടൻ തന്നെ സംഭവ വിവരം അറിഞ്ഞ് പോലീസ് സ്ഥലത്തേക്ക് എത്തുകയും യുവതിയെ ആശുപത്രിയിലേക്ക് ആക്കുകയും ചെയ്തു. മറ്റു തരത്തിലുള്ള ഇപ്പോൾ കണ്ടുനിന്ന ദൃക്സാക്ഷികളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടാം ഭർത്താവിൻ്റെയും അതുപോലെ തന്നെ അക്രമത്തിനിരയായ സ്ത്രീയുടെയും കുടുംബത്തെ പോലീസ് ഉടൻ തന്നെ സമീപിക്കും. അവരിൽ നിന്നും കൂടി വിവരങ്ങൾ ശേഖരിക്കും. എന്താണ് ഇത്തരം ഒരു അക്രമം അല്ലെങ്കിൽ ഒരു ക്രൂരത നടന്നതിന് പിന്നിലെ കാരണമെന്നാണ് ഇനി അറിയേണ്ടത്. പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വരും നിമിഷങ്ങളിൽ തന്നെ ഇതിനൊരു മറുപടി ലഭ്യമാകുമെന്നാണ് രതീഷ് പ്രതീക്ഷിക്കുന്നത്. ഇന്ദുലേഖ രേണുവാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണ് ഈ സംഭവം. തിരുവനന്തപുരം കടയ്ക്കാവൂരിലാണ് നടു റോഡിൽ വെച്ച് ഇവരുടെ കൈ വെട്ടിമാറ്റിയത്. കടയ്ക്കാവൂർ സ്വദേശിനി വിജിക്കാണ് വെട്ടേറ്റത്. രണ്ടാം ഭർത്താവായ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് തുടങ്ങി നടക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പ്രാഥമികമായി വരുന്നത്. ഇന്ദുലേഖ രേണുവാണ് ആ വിവരങ്ങൾ നൽകിയത്.